Measures of dispersion and introduction. Analyze two or more observation. The central value may be the same, but still there can be wide disparities in the formation of the distribution. Introduction പറയുന്നത് നമ്മൾ ചെയ്യാൻ two or more observations എടുക്കുന്നു. Central value may be the same. Central value same ആയിട്ട് വരാം, but still there can be wide disparities വരാം. എന്നാൽ ഭയങ്കര വ്യത്യാസങ്ങൾ വരുന്ന കേസുകളുണ്ടാവാം in the formation of the distribution. Measures of dispersion will help us to understanding the important characteristics of a distribution. ഒരു ഡിസ്ട്രിബ്യൂഷനിനകത്ത് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഏതാണെന്ന് മെഷർ ചെയ്യാനാണ് നമ്മൾ ഡിസ്പെർഷൻ കൂടുതൽ യൂസ് ചെയ്യുന്നതിൽ സഹായിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഒരു എക്സാമ്പിൾ തന്നേക്കുന്നുണ്ടോ, ആവറേജ് 2000 എല്ലാവരും 400 വർക്കേഴ്സ്. അത് നമുക്ക് വേണ്ട, തിയറി അറിഞ്ഞാൽ മതി. മെത്തേഡ്സ് ഓഫ് സ്റ്റഡി ആൻഡ് ഡിസ്പെർഷൻ കണ്ടോ. ദ ക്വാണ്ടിറ്റി ഓഫ് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് വേരിയേഷൻ ദർ ആർ സർട്ടൻ മെഷേഴ്സ് ഓഫ് മെത്തേഡ്. അപ്പോൾ ഇത് മെഷർ ചെയ്യുന്നതിന് പല മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് റേഞ്ച് കണ്ടുപിടിക്കുക, അടുത്ത ക്വാർട്ടൈൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ ഓർ ആവറേജ് ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇങ്ങനെ 4 രീതിയിലാണിത് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡിസ്പെർഷൻ കണ്ടുപിടിക്കുന്നത്. ഓക്കെ. അപ്പാർട്ട് ഫ്രം ദീസ് മെഷേഴ്സ് which give us a numerical value, there is a graphic method called a Lorenz curve. അപ്പോൾ ന്യൂമറിക്കൽ വാല്യൂ കഴിഞ്ഞിട്ട് ഗ്രാഫിക്കൽ മെത്തേഡിൽ നമ്മളിത് കണ്ടെടുത്തു. അപ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലോറൻസ് കർവ് എന്നാണ് അറിയപ്പെടുന്നത്, ഗ്രാഫിക് മെത്തേഡ്. റേഞ്ച് ആൻഡ് ക്വാർട്ടൈൽ ഡീവിയേഷൻ മെഷേഴ്സ് ഡിസ്പെർഷൻസ് ബൈ കാൽക്കുലേറ്റിംഗ് ദ സ്പ്രെഡ് വിത്ത് വിച്ച് വേരിയസ് വാല്യൂസ് ലൈ. അപ്പോൾ ഇവിടെ റേഞ്ചും ക്വാർട്ടൈൽ ഡീവിയേഷനും മെഷേഴ്സ് ഡിസ്പെർഷനാണ്. റേഞ്ച് ആൻഡ് ക്വാർട്ടൈൽ ഡീവിയേഷൻ മെഷർ ചെയ്യുന്ന ഡിസ്പെർഷനാണ് ബൈ കാൽക്കുലേറ്റിംഗ് ദ സ്പ്രെഡ് വിത്തിൻ വിച്ച് വേരിയസ് വാല്യൂസ് ലൈ. ഓരോ വാല്യൂസിനിടയിൽ വരുന്ന വാല്യൂസ് എത്രത്തോളം ഡിസ്പാരിറ്റീസ് ഉണ്ടെന്നുള്ളത് നമ്മൾ നോക്കുന്നത്. ഓൺ ദ അതർ ഹാൻഡ് മീൻ ഡീവിയേഷൻ ആർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മെഷർ ഡിസ്പെർഷൻ ബൈ കാൽക്കുലേറ്റിംഗ് ദ എക്സ്റ്റെൻറ്റ് ഓഫ് ഡീവിയേഷൻ ഫ്രം ദ ആവറേജ്. ഡീവിയേഷൻ ഫ്രം ആവറേജിൽ നിന്ന് എത്രത്തോളം ഡീവിയേഷൻ ഉണ്ടെന്ന് നമ്മൾ മീൻ ഡീവിയേഷനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഒക്കെ ഇവിടെ കണ്ടെത്തുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ അതിനകത്ത് മെഷേഴ്സ് ബേസ്ഡ് അപ്പോൺ സ്പ്രെഡ് ഓഫ് വാല്യൂസ് ആണ്. ഒന്ന് റേഞ്ച് ആണ്. റേഞ്ച് ഈസ് ദ സിംപ്ലസ്റ്റ് മെത്തേഡ് ഓഫ് സ്റ്റഡിങ് ഡിസ്പെർഷൻ. ഡിസ്പെർഷൻ സ്റ്റഡി ചെയ്യാനുള്ള ഒരു സിംപ്ലസ്റ്റ് മെത്തേഡാണ് ഇത്, റേഞ്ച് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ അബ്സല്യൂട്ട് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ. ഇതൊരു ഡിസ്പെർഷൻ അബ്സല്യൂട്ട് മെത്തേഡ് തന്നെയാണ്. ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലാർജസ്റ്റ് ആൻഡ് ദ സ്മാളസ്റ്റ് വാല്യൂസ് ഇൻ എ സീരീസ്. അപ്പോൾ റേഞ്ച് കണ്ടെത്തുന്നത് ലാർജസ്റ്റ് നിന്ന് സ്മാളസ്റ്റ് കുറച്ചാൽ മതി. നമ്മുടെ ഇക്വേഷൻ റേഞ്ച് ഈസ് ഈക്വൽ ടു L - S ആണ്. L എന്ന് പറഞ്ഞാൽ ലാർജസ്റ്റ് ഐറ്റം, S എന്ന് പറയുന്നത് സ്മാളസ്റ്റ് ഐറ്റം. ദ റിലേറ്റീവ് മെഷേഴ്സ് കറസ്പോണ്ടിങ് ടു റേഞ്ച് കാൾഡ് കോഷ്യന്റ് ഓഫ് റേഞ്ച്. അപ്പോൾ ഈ മെഷർ ചെയ്തതിൻ്റെ റിലേറ്റീവ് മെഷേഴ്സ് കറസ്പോണ്ടിങ് റേഞ്ച് കണ്ടെത്തും. അപ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് കോഷ്യന്റ് റേഞ്ച് എന്നാണ്. obtained by applying the following formula. അപ്പോൾ കോഷ്യന്റ് റേഞ്ച് കാണാൻ പറയാൻ താഴെ പറയുന്ന ഇക്വേഷൻ ഏതാ, L - S ഡിവൈഡ് ബൈ L + S ആണ്. ഓക്കെ. ഫോർമുല ഫോർ ഇൻഡിവിജ്വൽ സീരീസ്, ഡിസ്ക്രീറ്റ് സീരീസ് ആൻഡ് കണ്ടിന്യൂസ് സീരീസ് ആർ ദ സെയിം ആണ്. കണ്ടോ, ഏത് സീരീസ് ആണെങ്കിലും ഇക്വേഷൻസ് ഇത് തന്നെയാണെന്നാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇൻഡിവിജ്വൽ സീരീസ് കണ്ടോ. ദ പ്രോഫിറ്റ് ഓഫ് എ കമ്പനി ഫോർ ദ ലാസ്റ്റ് 8 years ഈസ് ഗിവൺ ബിലോ. കാൽക്കുലേറ്റ് ദ റേഞ്ച് ഓഫ് ഇറ്റ്സ് കോഫിഷ്യന്റ്. അപ്പോൾ അവിടെ തന്നിരിക്കുന്നതാണോ 85 മുതൽ 92 വരെയുള്ള തന്നു. അപ്പോൾ നമ്മൾ ലാർജസ്റ്റ് ഏതാണെന്ന് നോക്കുന്നു. അപ്പോൾ ലാർജസ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞാൽ 230 ആണത്. സ്മാളസ്റ്റ് ഐറ്റം 30 അല്ലേ? അപ്പോൾ കണ്ടോ അവിടെ റേഞ്ച് ഈസ് ഈക്വൽ ടു 230 - 30, 200 ആണ് അവിടെ റേഞ്ച്. കോഷ്യന്റ് റേഞ്ച് കണ്ടോ, 230 - 30 ഡിവൈഡ് ബൈ 230 + 30, അപ്പം 0.77 വരും. ക്ലിയർ ആയല്ലോ? അടുത്ത കാൽക്കുലേറ്റ് വീണ്ടും ഒരു പ്രോബ്ലം ചെയ്യണം. അടുത്ത ഡിസ്ക്രീറ്റ് സീരീസ് കണ്ടോ, അവിടെ ഡിസ്ക്രീറ്റ് സീരീസ് ചെയ്യുമ്പോൾ ഫ്രീക്വൻസി നമുക്കറിയാം. ഫൈൻഡ് ദ റേഞ്ച് ആൻഡ് കോഷ്യന്റ് റേഞ്ച് 5, 7, 11 പറയുന്നത് ഫ്രീക്വൻസി. അപ്പോൾ അതിൽ ഫ്രീക്വൻസി ഏതാ, സൈസ് ഏതാ? 38 - 5 33. അറിയാമല്ലോ, അത് ചെയ്യാം. ക്ലിയർ ആയല്ലേ? അതിൻ്റെ അടുത്ത പ്രോബ്ലം ചെയ്യണേ. അടുത്ത നോക്കിയാൽ കണ്ടിന്യൂസ് സീരീസ് ആണ്. വെൻ ഡാറ്റ ആർ അവൈലബിൾ ഇൻ ദ ഫോം ഓഫ് കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ദ റേഞ്ച് ഈസ് കാൽക്കുലേറ്റ് ആസ് ഫോളോസ്. അപ്പോൾ ഡാറ്റ നമുക്കറിയാം കണ്ടിന്യൂസ് സീരീസ് ചെയ്യുമ്പോൾ ക്ലാസ് ഉണ്ടല്ലോ അതിരുന്നത്. അപ്പോൾ കണ്ടോ, ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ അപ്പർ ലിമിറ്റ് ഓഫ് ദ ലാർജസ്റ്റ് ആൻഡ് ദ ലോവർ ലിമിറ്റ് ഓഫ് ദ സ്മാൾ ക്ലാസിൻ്റെ ഡിഫറൻസ് ആണ് നമ്മൾ കണ്ടെത്തുന്നത്. കണ്ട പ്രോബ്ലം നോക്കി. കാൽക്കുലേറ്റ് റേഞ്ച് ആൻഡ് കോഷ്യന്റ് റേഞ്ച് ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. 50, 60, 60 അങ്ങനെ തന്നിരിക്കുന്നില്ലേ? അപ്പോൾ അതിൽ ഏറ്റവും ലാർജസ്റ്റ് 120 അല്ലേ? സ്മാളസ്റ്റ് 50 അല്ലേ? അത് അപ്ലൈ ചെയ്തിട്ടാണ് ഇത് കണ്ടുപിടിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ. അപ്പോൾ അതത്രയാണ് അവിടെ ചെയ്യുന്നത്. അടുത്ത നമ്മൾ ഇതിൻ്റെ മെറിറ്റ്സ് കണ്ടോ. റേഞ്ച് ഇറ്റ് സിംപ്ലസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഈസി ടു കമ്പ്യൂട്ട്. പെട്ടെന്ന് കണ്ട് മനസ്സിലാക്കുന്നതിനും ചെയ്യാൻ എളുപ്പമാണ്. പിന്നെ ഇറ്റ് ഗീവ്സ് എ മാക്സിമം സ്പ്രെഡ് ഓഫ് ഡാറ്റ. മാക്സിമം സ്പ്രെഡ് ഓഫ് ഡാറ്റ എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട് അതിനകത്ത്. അടുത്ത പോരായ്മയുണ്ട്, ഇറ്റ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ഈച്ച് ആൻഡ് എവരി ഐറ്റം ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ. എല്ലാ ഐറ്റവും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ബേസ് ചെയ്യുന്നില്ല എന്നുള്ള. ഡിസ്ട്രിബ്യൂഷനിൽ എല്ലാ ഐറ്റവും ബേസ് ചെയ്യുന്നില്ല, അതൊരു പോരായ്മയാണ്. ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ എക്സ്ട്രീം ഐറ്റംസ് ആൻഡ് നോട്ട് ഓൺ ഓൾ ദ ഐറ്റം. എക്സ്ട്രീം ഐറ്റംസ് ആണ്, എല്ലാ ഐറ്റവും വരുന്നില്ല അവിടെ. ഇറ്റ് കനോട്ട് ബി കമ്പ്യൂട്ട് ഇൻ ദ കേസ് ഓഫ് ഓപ്പൺ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസ് മാത്രം എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ഈ റേഞ്ച് കണ്ടെത്താൻ പറ്റത്തില്ല. അപ്പോൾ ഓപ്പണൻ്റ് ക്ലാസിൻ്റെ കേസുകൾ റേഞ്ച് കണ്ടെത്താൻ കഴിയുന്നില്ല, അതൊരു പോരായ്മയാണ്. ക്ലിയർ അല്ലേ?
അടുത്ത നമുക്ക് ക്വാർട്ടൈൽ ഡീവിയേഷൻ ആണ്. അത് നമുക്ക് അടുത്ത ദിവസം പറയാം. ഇത്രയും വായിച്ചു നോക്കാമല്ലോ. വായിച്ചു നോക്കി പ്രോബ്ലം ചെയ്യണം. ഓക്കെ.